ഹായ് ഗായ്സ്, മല്ലു മുമ്പയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായാലും യാത്രാ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും. അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോവാണ്. അരി പച്ചക്കറിയൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്ക് പോയി വരാം. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെറുവത്തൂർ ടൗണിലേക്ക് ഇരിക്കുകയാണ്. പച്ചക്കറി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. ഞങ്ങളുടെ അടുത്ത പട്ടണമാണ് ചെറുവത്തൂർ. അവിടെ മൊത്തം കറങ്ങി ഞാൻ സ്പ്രിംഗ് ഒനിയന് വേണ്ടി. അവിടെ ഒന്നും സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല. നേരെ വിട്ടുപിടിച്ച് പടന്നിലേക്ക്. അവിടെ അതേ നമ്മുടെ മൂസാജി മുക്കിലെ മൂസായിക്കാൻ്റെ കട. ഇവിടുന്ന് മക്കളെ സ്പ്രിംഗ് ഒനിയൻ കിട്ടി. അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ട് പിടിക്കുകയാണ്. ക്യാപ്സിക്കം, കാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓനിയൻ, ഇങ്ങനെ 4 ഐറ്റംസ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക് കട്ട് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ട് ക്യൂബ്സ് ടൈപ്പിൽ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. വൺ കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫ്രൈ ആയി ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഞാൻ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. ഇനിയാണ് സംഭവം തുടങ്ങാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ചെയ്തു വെച്ച പക്കോടയുടെ എണ്ണയിൽ നിന്ന് തന്നെയാണ് എണ്ണ എടുത്ത് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട എടുത്ത് ഒഴിക്കുകയാണ്. മുട്ട ഒഴിച്ചിട്ട് ഒരു ഓംലേറ്റ് പോലെ അടിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പൊട്ടിയിട്ട് ഇത് വേറെ വേറെ ആവണം. വേറെ വേറെ ആയതിനു ശേഷം ഇതിലേക്ക് ഞാനിടുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിന് ശേഷം ഞാനിടുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഇട്ടതിന് ശേഷം അധികം വെജിറ്റബിൾ ഇതിൽ ഇടാറില്ല. ഈ 2 വെജിറ്റബിളാണ് മെയിനായിട്ടുള്ളത്. ഫ്രൈഡ് റൈസിന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചിത് വേവട്ടെ. വെന്തതിന് ശേഷം കുറച്ചിതിപ്പോൾ കുറച്ച് എണ്ണ കുറവുണ്ട്, അതുകൊണ്ട് എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി 80% വേവിച്ച അരി അഥവാ ചോറാണ് ഇതിലേക്ക് ഇടുന്നത്. 80% വേവിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നന്നായി കഞ്ഞി പോലെ കലങ്ങി. അപ്പോൾ ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിളും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ഇടാനുള്ളത്. ഇനി നേരത്തെ കുക്കറിൽ നമ്മൾ പുഴുങ്ങി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് സോൾട്ടാണ്. സോൾട്ടിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പറിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അജിനോമോട്ടോ ഇടുക, വേണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഇനി സ്പ്രിംഗ് ഒനിയനാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്.
ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഇനി കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം നമുക്ക്. എൻ്റെ പന്നു മല്ലൂസ്, നേരത്തെ ഞാൻ ഉള്ളി കട്ട് ചെയ്യാൻ മറന്നിരുന്നു മക്കളെ, അതിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ഡ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ചില്ലി ഡ്രൈയിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എണ്ണയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് എണ്ണ. ഇനി ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ. ബ്രൗൺ കളർ ഏകദേശം വരാറായിട്ടുണ്ട്. ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഗ്രീൻ ചില്ലിയാണ്. കട്ട് ചെയ്ത് വെച്ച് ഗ്രീൻ ചില്ലി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സവാളയാണ്, ഒനിയൻ. നമ്മൾ ഒനിയൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ഏകദേശം വെന്ത് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് 2-3 സ്പൂൺ, 2 സ്പൂൺ 2.5 സ്പൂൺ മതി സോയാ സോസ്. പിന്നെ ചില്ലി സോസ് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ. അതുപോലെ തന്നെ അജിനോമോട്ടോ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ ബജിയും കൂടെ ഇട്ടിട്ട് നിങ്ങളുടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ മോനെ, ഏകദേശം സംഭവം ഇങ്ങോട്ട് റെഡി. ഇനി 2 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് അലക്കുക. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ മണക്കെ അങ്ങനെ വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ, കഴിക്കുന്നവരുടെ നാവിലെ കൊണ്ട് വെള്ളം വരും. എന്നിട്ട് നമ്മൾ സ്പ്രിങ്ങിനും കൂടെ ഇട്ടിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടില്ല. ഇത് 1.5 ഐറ്റമാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചിക്കൻ ചില്ലിയും അതേപോലെ തന്നെ കിടിലം ചിക്കൻ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പൊക്കി പറയുന്നില്ല, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം വീഡിയോ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ആബിദ്.